നമസ്കാരം NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡിൽ മികച്ച വാർത്താവതാരകനായി NCTVയുടെ ആൻഡോ കല്ലേരിയെ തിരഞ്ഞെടുത്തു. ലൈഫ് പദ്ധതിക്ക് മുഖം തിരിച്ച നിലപാടെടുത്ത് മന്ത്രിമന്ദിരങ്ങൾ മോടിക്കൂട്ടാൻ LDF സർക്കാർ തിരക്ക് കൂട്ടുന്നുവെന്നും വീട് ലഭിക്കാതെ ജനം നെട്ടോട്ടമോടുകയാണെന്നും കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ആരോപിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം നടത്തി. ആഫ്രിക്കയിലുള്ള കിളിമഞ്ചാരോ എന്ന ഒറ്റയാൻ പർവ്വതത്തിലെ 5895 മീറ്റർ ഉയരമുള്ള ഉഹുറു കൊടുമുടി കയറി വെള്ളിക്കുളങ്ങര സ്വദേശിനിയായ യുവതി ചരിത്രത്തിലിടം നേടി. നന്ദിപുലം ഗവൺമെന്റ് UP സ്കൂളിൽ കൊടകര ബ്ലോക്ക് തല വരന്തരപ്പള്ളി പഞ്ചായത്ത് തല പഠനോത്സവം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡിൽ മികച്ച വാർത്താ അവതാരകനായി NCTVയുടെ ആൻഡോ കല്ലേരിയെ തിരഞ്ഞെടുത്തു. ചാലക്കുടി പ്രസ് ഫോറം ഭാരവാഹികൾ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം 2025 പരിപാടിയുടെ ഭാഗമായിട്ടാണ് മാധ്യമ അവാർഡുകൾ സമർപ്പിക്കുന്നത്. പുഞ്ചപറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ വാർത്താ അവതാരക പുരസ്കാരമാണ് NCTVയിലെ ആൻഡോ കല്ലേരിക്ക് ലഭിച്ചത്. പുരസ്കാര സമർപ്പണം ശനിയാഴ്ച വൈകിട്ട് 4-ന് ചാലക്കുടി SN ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി R ബിന്ദു സമർപ്പണം നടത്തും. പ്രണാമത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം 11,111 രൂപ കേരള കൗമുദി ദിനപത്രം തിരുവനന്തപുരം ന്യൂസ് ഹെഡ് ആൻഡ് അസോസിയേറ്റ് എഡിറ്റർ VS രാജേഷിന് മന്ത്രി സമ്മാനിക്കും. ജനയുഗം മുൻ ലേഖകൻ CK പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ തൃശൂർ ബ്യൂറോയിലെ ലേഖകൻ വിനീഷ് വിശ്വത്തിനും പൌലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം തൃശൂർ ACV ന്യൂസിലെ പ്രദീപ് ഉണ്ണിക്കും കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വാർത്താ അവതാരക വനിതാ വിഭാഗം പുരസ്കാരം ചേലക്കര NCTVയിലെ ധന്യ മണികണ്ഠനും കെയർ കേരള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരം പബ്ലിക് തൃശൂരിലെ ശിവപ്രസാദ് പട്ടാമ്പിക്കും മികച്ച വാർത്താ ചിത്രത്തിനുള്ള AP തോമസ് സ്മാരക ജില്ലാ പുരസ്കാരം മലയാള മനോരമ ചെറുതുരുത്തി ലേഖകൻ ജയകുമാർ പാഞ്ഞാലിനും മന്ത്രി സമ്മാനിക്കും. 5,000 രൂപയും ഫലകവും അടങ്ങിയതാണ് ജില്ലാ പുരസ്കാരങ്ങൾ. ദൂരദർശൻ മുൻ ന്യൂസ് റീഡറും ജനം TV മുൻ സീനിയർ എഡിറ്ററുമായ R ബാലകൃഷ്ണൻ, സത്യദീപം എഡിറ്റർ ഷിജു ആച്ചാന്റെ, മെട്രോ വാർത്ത UAE ചീഫ് റിപ്പോർട്ടർ റോയ് റാഫേൽ, തൃശൂർ ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മനോജ് കണ്ണൻ എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. സമ്മേളനത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിക്കും. ബെന്നി ബെഹന്നാൻ MP മുഖ്യാതിഥിയായിരിക്കും. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിലുള്ള ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 100ഓളം പത്ര ഏജന്റുമാരെ ആദരിക്കും. MLA ഉപഹാര സമർപ്പണം നടത്തും. നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ ചികിത്സാ സഹായ വിതരണം നടത്തും. പ്രസ് ഫോറം അംഗങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡുകൾ റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ KA ഉണ്ണികൃഷ്ണൻ സമ്മാനിക്കും. മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ പ്രസ് ഫോറം രക്ഷാധികാരി അഡ്വക്കേറ്റ് NR സരിത അനുസ്മരിക്കും. പ്രണാമം ചീഫ് കോർഡിനേറ്റർ KB ബിനീഷ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുമെന്ന് ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ്, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, പ്രണാമം ചെയർമാൻ അഡ്വക്കേറ്റ് രമേശ് കുമാർ കുഴിക്കാട്ടിൽ, ജനറൽ കൺവീനർ ഷാലി മുരിഞ്ഞൂർ, ചീഫ് കോർഡിനേറ്റർ വിൽസൺ മേച്ചേരി എന്നിവർ അറിയിച്ചു. മറ്റൊന്ന് പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ വാർത്താ അവതാരക പുരുഷ വിഭാഗം പുരസ്കാരമാണ്. അത് നേടിയിരിക്കുന്നത് പുതുക്കാട് NCTVയിലെ ആൻഡോ കല്ലേരിക്കാണ്. പത്രമെത്തിക്കുന്ന പത്ര ഏജന്റുമാരുടെ ഒരു കഷ്ടപ്പാട് നമുക്ക് എല്ലാവർക്കും അറിയാം. രാവിലെ മുതൽ അവരതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അവര് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന, അതായത് പത്ര ഏജന്റുമാരായിട്ടുള്ള 100-ലധികം പത്രപ്രവർത്തകര് നമ്മള് ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫിന്റെ ഒരു പദ്ധതിയാണ് ചിറക് എന്ന് പറയുന്ന പദ്ധതി. ലൈഫ് പദ്ധതിക്ക് മുഖം തിരിച്ച നിലപാടെടുത്ത് മന്ത്രിമന്ദിരങ്ങൾ മോടിക്കൂട്ടാൻ LDF സർക്കാർ തിരക്ക് കൂട്ടുന്നുവെന്നും വീട് ലഭിക്കാതെ ജനം നെട്ടോട്ടമോടുകയാണെന്നും കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവും ഗവൺമെന്റ് പ്ലാന്റേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആലങ്ങാട് ബോർഡ് അംഗവുമായിരുന്ന
ഷിംസൺ വടക്കേത്തലയുടെ സ്മരണാർത്ഥം യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി കാവലൂരിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരന്തത്തിൽ നാട്ടുകാർ ഒന്നാകെ സഹായങ്ങൾ അയച്ചിട്ടും ദുരന്തബാധിതർക്ക് ഇതുവരെ ഒന്നും ലഭിക്കാത്തതിനാൽ അവരും സമരപാതയിലാണ്. സർക്കാർ ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്ദീപ് വാര്യരും ഷിംസന്റെ മാതാവ് ആനി വടക്കേത്തലയും ചേർന്നാണ് തറക്കല്ലിടൽ നിർവഹിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻഡോ ജോൺസൺ പുതുപ്പള്ളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജെറോം ജോൺ വട്ടക്കുഴി, ഫൈസൽ ഇബ്രാഹിം, കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത്, പോൾസൺ തെക്കുംപീടിക, സൈമൺ നമ്പാടൻ, വിൽസൺ ആറ്റുപുറം തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകൻ ഷിംസൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ മറ്റൊരു സഹപ്രവർത്തകന് വേണ്ടി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഭാരവാഹികൾ കാണിക്കുന്ന ഈ വലിയ മനസ്സിനെ ആദ്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്ന ഒരാളെയും ഈ പ്രസ്ഥാനം കൈവിടില്ല എന്ന് ആവർത്തിച്ചുറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. എല്ലാ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ഹൃദയമുള്ള പ്രസ്ഥാനം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം നടത്തി. CVVES ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ജനറൽ കൺവീനർ PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രതീഷ് പോൾ, ആമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പാണ്ടാരി, കല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ, പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി, യൂത്ത് വിംഗ് പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ലിൻഡോ രാജൻ, യൂത്ത് വിംഗ് നിയോജക മണ്ഡലം ജനറൽ കൺവീനർ KT പിയൂസ് എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയോടനുബന്ധിച്ച് തിരികൾ തെളിയിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. MDMA അതുപോലെ നമുക്കൊന്നും പേരുകൾ അറിയാത്ത തരത്തിലുള്ള ലഹരിയാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പല രൂപത്തിലാണ്, പലഹാരത്തിന്റെ രൂപത്തില്, മിഠായിയുടെ രൂപത്തില്, അങ്ങനെ ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരം ലഹരി വരുന്നത് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത തരത്തില് ലഹരി മാറിയിരിക്കും. ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ സംഘടനകൾ, അതുപോലെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരുപാട് സംഘടനകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഹരി വിരുദ്ധ സെമിനാറുകളും ക്യാമ്പയിനുകളും ജാഥകളും മനുഷ്യരാശിക്ക് ദോഷകരമായി വരുന്ന ഏതൊരു ലഹരി വസ്തുവും താഴെ ഉപേക്ഷിക്കുമെന്നും അത് ഉപയോഗിക്കുന്നവരെ ബോധവൽക്കരിക്കുമെന്നും പുതുക്കാട് സെൻട്രലിൽ നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും അത് ശരിയായിട്ടുള്ളൊരു തീരുമാനമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആഫ്രിക്കയിലുള്ള കിളിമഞ്ചാരോ എന്ന ഒറ്റയാൻ പർവ്വതത്തിലെ 5895 മീറ്റർ ഉയരമുള്ള ഉഹുറു കൊടുമുടി കയറി വെള്ളിക്കുളങ്ങര സ്വദേശിനിയായ യുവതി ചരിത്രത്തിലിടം നേടി. മാൾട്ടയിൽ ജോലി ചെയ്യുന്ന വെള്ളിക്കുളങ്ങര മേനോടി സ്വദേശിനി അനീറ്റ തോമസ് എന്ന 25-കാരിയാണ് ഇക്കഴിഞ്ഞ വനിതാ ദിനത്തിൽ കിളിമഞ്ചാരോയുടെ നെറുകയിലെത്തി ഇന്ത്യൻ ദേശീയ പതാക നാട്ടിയത്. അമേരിക്കക്കാരായ 3 പേർക്കൊപ്പമാണ് അനീറ്റ തോമസ് പർവ്വതാരോഹണം നടത്തിയത്. സഹായികളായി മറ്റു 15 പേരും ഒപ്പമുണ്ടായിരുന്നു. മാർച്ച് 1 മാൾട്ടയിൽ നിന്നും പുറപ്പെട്ട അനീറ്റ മാർച്ച് 4 മറ്റ് പർവ്വതാരോഹകർക്കൊപ്പം കൊടുമുടി ലക്ഷ്യമാക്കി മല കയറാൻ തുടങ്ങിയത്. വനിതാ ദിനമായിരുന്ന മാർച്ച് 8 അനീറ്റയും സംഘവും കിളിമാഞ്ചാരോയിലെ ഉഹുറു കൊടുമുടി കീഴടക്കി. മേനോടി വെള്ളരിങ്ങൽ വീട്ടിൽ തോമസ് ഷിൽജി ദമ്പതികളുടെ മകളാണ് അനീറ്റ. സ്കൂൾ തലം മുതൽ വോളിബോളിൽ മികവ് തെളിയിച്ചിട്ടുള്ള അനീറ്റ ദേശീയ തലത്തിൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കേരള ടീമംഗമായിരുന്നു. 2 വർഷമായി മാൾട്ടയിൽ പഠനത്തോടൊപ്പം ജോലി ചെയ്തു വരികയാണ്. നന്ദിപുലം ഗവൺമെന്റ് UP സ്കൂളിൽ കൊടകര ബ്ലോക്ക് തല, വരന്തരപ്പള്ളി പഞ്ചായത്ത് തല പഠനോത്സവം സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക VA ജയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റോസി തോമസ്, അധ്യാപിക സിന്ധു, ജിനിത, അധ്യാപക പ്രതിനിധി സ്മിത എന്നിവർ പ്രസംഗിച്ചു. മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നു എന്നതിന് തെളിവ് നമ്മുടെ പൊതുസമൂഹത്തെ അറിയിക്കാനാണ്. നമുക്കറിയാം, കുട്ടികൾ ആർജിച്ച
അറിവ്, അവർ നേടിയ നൈപുണ്യം അവർക്ക് ജീവിതത്തിൽ എങ്ങനെ ഉപകാരപ്രദമാകും. ഒരു അധ്യയന വർഷത്തിൻ്റെ സമാപന ദിവസം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പണ്ട് ടീച്ചറൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിടുക്കന്മാരാരാന്നറിയോ? ഇവിടുത്തെ മിടുക്കനാരാ? ഈ സ്കൂളിൽ മിടുക്കനാരാ? ഈ നെല്ലെന്നോ മാങ്ങേനോ ഒരു പറയുന്നതാ മാങ്ങ ഉണ്ടാവണ മരം അല്ലേ? മാവിനെ പറയാ മാങ്ങ ഉണ്ടാവണ മരം. തൃക്കൂർ പഞ്ചായത്ത് തല പഠനോത്സവം കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ നടത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ, സ്കൂൾ മാനേജർ T. വിൽസൺ, പ്രധാന അധ്യാപിക K. രമ, PTA പ്രസിഡന്റ് നിഷ വേണുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ അവതരണങ്ങളും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. ചടങ്ങോടൊപ്പം UKG വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണിയും ഉണ്ടായിരുന്നു. ഇഞ്ചക്കുണ്ട് ഗവൺമെന്റ് UP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ഗീത ജയൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KV രാജു അധ്യക്ഷത വഹിച്ചു. റിൻസി ജോൺ, ഷാജി തോമസ്, PP പീതാംബരൻ, ശ്രീപ്രകാശൻ, AR തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികളുടെ വിവിധ അവതരണങ്ങളും പഠന പ്രദർശനവും സംഘടിപ്പിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ് അധ്യക്ഷനായി. വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പരൻ, പഞ്ചായത്ത് സെക്രട്ടറി G സബിത, അസിസ്റ്റന്റ് സെക്രട്ടറി MK വിജയൻ, SC പ്രൊമോട്ടർ ES സംഗീത തുടങ്ങിയവർ പ്രസംഗിച്ചു. 5,64,800 രൂപ ചെലവിൽ 16 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി VV പ്രതീഷ്, നിർവഹണ ഉദ്യോഗസ്ഥ TB സജിത തുടങ്ങിയവർ പ്രസംഗിച്ചു. 11 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ കൊമേഴ്സ് ബിരുദാനന്തര ബിരുദ വിഭാഗവും തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷനും ചേർന്ന് കൊമേഴ്സ് ദിനം ആചരിച്ചു. സഹൃദയ കോളേജിൽ പ്രൊഫഷണൽ കോഴ്സുകൾ ആരംഭിച്ചതിന്റെ 10ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ദിനാചരണം നടത്തിയത്. സഹൃദയയിൽ നിന്നും പ്രൊഫഷണൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സഹൃദയയിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന പാർട്ട്നേഴ്സിനെയും എക്സ്റ്റേണൽ ഫാക്കൽറ്റികളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് TMAയുടെ നേതൃത്വത്തിൽ പാനൽ ചർച്ചയും സംഘടിപ്പിച്ചു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ VJ തോമസ്, കൊമേഴ്സ് വിഭാഗം അസോസിയേറ്റ് HOD ഡോക്ടർ ഹന്ന ജോസഫ്, പ്രോഗ്രാം കൺവീനർ ടിയ ജാൻസി എന്നിവർ പ്രസംഗിച്ചു. 11 കിലോയിലധികം കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ മണ്ണുത്തി പോലീസിന്റെ പിടിയിൽ. വാണിയമ്പാറ ആറുവരിപ്പാതയ്ക്ക് സമീപം വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 11.620 കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ SK സൂഫൽ, നാദിയ ജില്ലയിലെ ഭട്ടുപുര സ്വദേശിയായ സുർജിത് ദാസ് എന്നിവരെയാണ് മണ്ണുത്തി പോലീസ് പിടികൂടിയത്. 9ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മണ്ണുത്തി ഇൻസ്പെക്ടർ MK ഷമീറും സംഘവും വാണിയമ്പാറ പ്രദേശങ്ങളിൽ പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ സംശയാസ്പദമായ രീതിയിൽ ഇവരെ കണ്ടെത്തി. ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സബ് ഇൻസ്പെക്ടർ വില്ലി മോൻ, സിവിൽ പോലീസ് ഓഫീസർ വേണുഗോപാൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊരേച്ചാൽ ശ്രീ ദുർഗ കിരാതപർവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടത്തി. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം, ദുർഗാദേവിക്ക് ദ്രവ്യ കലശാഭിഷേകം, ഉഷപൂജ, ഉച്ചപൂജ, ശ്രീഭൂതബലി, പൊങ്കാല സമർപ്പണം, വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്നദാനവും ഒരുക്കിയിരുന്നു. ഓവുങ്ങൽ സെന്ററിൽ നിന്നും വാദ്യമേളങ്ങളോടെയും നാടൻ കലാരൂപങ്ങളോടുകൂടിയും ക്ഷേത്രത്തിലേക്ക് താലിവരവും ഉണ്ടായിരുന്നു. ക്ഷേത്രം മേൽശാന്തി വെങ്ങനിശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി,
ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജയൻ തുരുത്തുമ്മേൽ, കൺവീനർ രമേശ് പാറമേക്കാടൻ, ഭഗ്നി മണ്ഡൽ പ്രസിഡന്റ് സരസ സുരേഷ്, സെക്രട്ടറി ഷീല രാജൻ, ട്രഷറർ വത്സ തച്ചപ്പള്ളി എന്നിവർ മറ്റു പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലൈബ്രറി കൌൺസിൽ മുകുന്ദപുരം താലൂക്ക് ഹരിത ഗ്രന്ഥശാല വായനാ വസന്തം പരിശീലന പരിപാടി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം താലൂക്ക് സെക്രട്ടറി KG മോഹനൻ, പ്രസിഡന്റ് രാജൻ നെല്ലായി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ലൈബ്രറി കൌൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം P തങ്കം ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. EK സത്യൻ, TS പ്രദീപ്, PR വിജയൻ, TS പ്രഹ്ലാദൻ, അഡ്വക്കേറ്റ് ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ത്യയിലെ 5 സ്ത്രീകളിൽ 3 പേർക്ക് വിളർച്ച സാധ്യതയുള്ളതായി റിപ്പോർട്ട്. ഡയഗ്നോസ്റ്റിക് കമ്പനിയായ റെഡ്ക്ലിഫ് ലാബ്സിന്റെ ഒരു സർവേ നടത്തിയ പഠനത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. റിപ്പോർട്ട് കാണാം. ശരീരത്തിൽ ആവശ്യത്തിന് ആരോഗ്യകരമായ ചുവന്ന രക്താണുക്കളോ ഹീമോഗ്ലോബിനോ ഇല്ലാതിരിക്കുമ്പോഴാണ് വിളർച്ച ഉണ്ടാകുന്നത്. ഇത് ക്ഷീണം, ബലഹീനത, തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു. ഇരുമ്പിന്റെ കുറവ്, വിറ്റാമിൻ B12 അല്ലെങ്കിൽ ഫോളേറ്റ് കുറവ്, വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ ജനിതക വൈകല്യങ്ങൾ എന്നിവയിലേക്ക് നയിക്കും. രക്തത്തിൽ ഓക്സിജൻ വഹിക്കുന്ന ഹീമോഗ്ലോബിന്റെ ഒരു പ്രധാന ഘടകമാണ് ഇരുമ്പ്. വിളർച്ചയെ ചെറുക്കാൻ ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. സിട്രസ് പഴങ്ങൾ, കുരുമുളക്, തക്കാളി എന്നിവ ധാരാളമായി കഴിക്കുക. കഠിനമായ ഇരുമ്പിന്റെ കുറവുള്ള സന്ദർഭങ്ങളിൽ ഭക്ഷണക്രമം മാത്രം മതിയാകില്ല. ആഗിരണം മെച്ചപ്പെടുത്തുന്നതിന് വിറ്റാമിൻ C അടങ്ങിയ ഇരുമ്പ് സപ്ലിമെന്റുകൾ കഴിക്കുക. ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിന് ഫോളേറ്റ് അല്ലെങ്കിൽ വിറ്റാമിൻ B9 അത്യാവശ്യമാണ്. നല്ല ഭക്ഷണ സ്രോതസ്സുകളിൽ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, സിട്രസ് പഴങ്ങൾ, അവോക്കാഡോകൾ, ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇരുമ്പ്, വിറ്റാമിനുകൾ എന്നിവയുൾപ്പെടെയുള്ള പോഷകങ്ങൾ ശരിയായി ആഗിരണം ചെയ്യുന്നതിന് കുടലിന്റെ ആരോഗ്യം പ്രധാനമാണ്. തൈര്, പുളിപ്പിച്ച ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുന്നത് നല്ല ബാക്ടീരിയകളെ കൂട്ടാൻ സഹായിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ മണ്ണുത്തിയിലെ യൂണിവേഴ്സിറ്റി ലൈഫ് സ്റ്റോക്ക് ഫാം ആൻഡ് ഫോഡർ റിസർച്ച് ഡെവലപ്മെന്റ് സ്കീമിലേക്ക് ടീച്ചിംഗ് അസിസ്റ്റന്റ് നിയമനത്തിനായി വാക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തും. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 20 രാവിലെ 10 മണിക്ക് ULF ഓഫീസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് www.kvasu.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,020 രൂപയും പവന് 64,160 രൂപയും രേഖപ്പെടുത്തി. വെണ്ടോർ ഐനിക്കൽ ജോയ് അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വരന്തരപ്പള്ളി മനക്കലക്കടവ് കാട്ടുങ്ങൽ കൗസല്യ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുകുമാരനാണ് ഭർത്താവ്. സന്ധ്യ, സിന്ധു, സീമ എന്നിവർ മക്കളും. സുദേവൻ, സുരേഷ് ബാബു, പ്രമോദ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡിൽ മികച്ച വാർത്താവതാരകനായി NCTVയുടെ ആൻഡോ കല്ലേരിയെ തെരഞ്ഞെടുത്തു. ലൈഫ് പദ്ധതിക്ക് മുഖം തിരിച്ച നിലപാടെടുത്ത് മന്ത്രിമന്ദിരങ്ങൾ മോടിക്കൂട്ടാൻ LDF സർക്കാർ തിരക്ക് കൂട്ടുന്നുവെന്നും വീട് ലഭിക്കാതെ ജനം നെട്ടോട്ടമോടുകയാണെന്നും കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ആരോപിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം നടത്തി. ആഫ്രിക്കയിലുള്ള കിളിമഞ്ചാരോ എന്ന ഒറ്റയാൻ പർവ്വതത്തിലെ 5,895 മീറ്റർ ഉയരമുള്ള ഉഹുറു കൊടുമുടി കയറി വെള്ളിക്കുളങ്ങര സ്വദേശിനിയായ യുവതി ചരിത്രത്തിലിടം നേടി. നന്ദിപുലം ഗവൺമെന്റ് UP സ്കൂളിൽ കൊടകര ബ്ലോക്ക് തല, വരന്തരപ്പള്ളി പഞ്ചായത്ത് തല പഠനോത്സവം സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.